എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് റവറൻ പ്രിൻസ്റ്റൻ തിരുമേനി, ദക്ഷിണ കേരള മഹായിടവക വൈസ് ചെയർമാൻ റവറൻ ഡോക്ടർ ഗിൽബർട്ട് ജോസ് അച്ഛൻ, ദക്ഷിണ കേരള മഹായിടവക ട്രഷറർ റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് അച്ഛൻ, ദക്ഷിണ കേരള മഹായിടവക പാസ്റ്റർ ബോർഡ് സെക്രട്ടറി റവറൻ ഡോക്ടർ ജയരാജ് അച്ഛൻ, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കുന്ന അശോക് സോളമൻ സാറും ട്രഷററുമായിരിക്കുന്ന ജോസഫ് സാർ, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ അച്ഛന്മാർ, എൻ്റെ വെളവങ്കോട് മക്കൾ, ചുറ്റുപാടും അയൽവാസികൾ, എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ പപ്പ, എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ അച്ഛൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 44 വർഷത്തിനകത്ത് ഇത്രയും വിപുലമായ ഒരു അടക്ക ശുശ്രൂഷയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെയും ചുരുങ്ങിയ എക്സ്പീരിയൻസിൽ CSIയിലെ ഇത്രയും ജനപങ്കാളിത്തത്തോടെ നടന്ന ഒരു അടക്ക ശുശ്രൂഷയിൽ ഞാനും പങ്കെടുത്തിട്ടില്ല. ഇത്രയധികം ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സഭാവിശ്വാസികൾ, വെളവങ്കോട് നിവാസികൾ, എല്ലാവർക്കും കുടുംബത്തിൻ്റെ പേരിൽ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ 12ാം ക്ലാസ് വരെ നേരത്തെ റസ്രയണ്ണം പറഞ്ഞതുപോലെ പൊടിയന്നാടാർക്ക് 6 മക്കളുണ്ടായിരുന്നു, 3 ആണും 3 പെണ്ണും. ഈ 6 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു എൻ്റെ അപ്പൻ. 6 മക്കൾക്കും കൂടെ ഏകദേശം 40 പിള്ളേരെന്തോ ഉണ്ട്. അതിലേറ്റവും ഇളയവനാണ് ഞാൻ. പക്ഷേ നമ്മൾ 3 പിള്ളേർക്കും മെയിൻ റോഡിൽ നിന്ന് 4.5 കിലോമീറ്റർ നടന്നു പോകുന്ന ഒരു മലയ്ക്ക് മുകളിലായിരുന്നു അപ്പയുടെ വീട്. അപ്പോൾ അമ്മ സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സഹോദരങ്ങളുടെ മക്കളെല്ലാം മാരായമിട്ടത്ത്, അങ്ങേയറ്റം പോയ മാരായമിട്ടത്ത് സ്കൂളിൽ പഠിക്കാം. പക്ഷെ അമ്മ വിദ്യാഭ്യാസമുള്ള അമ്മയായതുകൊണ്ട് തന്നെ ഈ 3 പിള്ളേരെയും ചേർത്ത് പിടിച്ച് എൻ്റെ പൊന്നമ്മ നമ്മളെ നെയ്യാറ്റിൻകര സ്കൂളിൽ പഠിപ്പിച്ചു. എന്നിട്ട് എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളൊരു സംഗതി, പപ്പ കൃഷിക്കാരനായതുകൊണ്ടും മക്കൾക്ക് ചേർത്ത് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവനായിരുന്നതുകൊണ്ടും അപ്പ ഏതെങ്കിലുമൊക്കെ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തിട്ട് അമ്മയുടെ ശമ്പളത്തിന് വേണ്ടി കാത്തിരിക്കും. അമ്മ ഓലത്താന്നി വിക്ടറി സ്കൂളിൽ നിന്ന് അവരുടെ ക്ലാസ് കഴിഞ്ഞ് സെൻറ്റ് തെരേസാസ് കോൺവെൻറ്റിൽ പഠിക്കുന്ന ഏറ്റവും മിടുക്കിയായ ചേച്ചിക്കും അണ്ണനും എന്നെയും ചേർത്ത് പിടിച്ച് അമ്മ കൊണ്ടുപോകുന്ന ചോറ്റുപാത്രത്തിനകത്ത് നാരങ്ങ വെള്ളം കലക്കി ക്യൂൻസ് ബേക്കറി എന്ന് പറയുന്ന ഒരു ബേക്കറിയിൽ നിന്ന് നമുക്ക് പലഹാരം വാങ്ങിച്ചുകൊണ്ട് വരും. ചേച്ചിക്ക് അണ്ണനും എടുത്തുകൊണ്ട് വരുന്ന പലഹാരം മൊത്തത്തിൽ ഇളയ മകനായതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ച് വാങ്ങിച്ച് തിന്നും. അണ്ണനും ചേച്ചിയും വഴക്കുണ്ടാക്കിയാലും വീണ്ടും അമ്മ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അമ്മയുടെ ബഡ്ജറ്റിൽ ശമ്പളത്തിൻ്റെ ബാക്കി തുക അപ്പൻ നിർദ്ദേശിക്കുന്ന ആ തുക കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ പപ്പ വഴക്ക് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മാരായമിട്ടം സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അമ്മയോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും മനസ്സാന്നിധ്യം വെടിയാതെ വിദ്യാഭ്യാസത്തിൻ്റെ വില മക്കളെ പഠിപ്പിച്ച് ആ ഗ്രാമപ്രദേശത്തെ പഠിപ്പിച്ച്, എനിക്ക് എൻ്റെ +2 ഞാൻ പഠിക്കുന്നത് മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പേ ഇരുന്നാണ്. അത് കഴിഞ്ഞ് ചേച്ചി അവൾ പഠിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഏറ്റവും ഉന്നതമായ റാങ്കോടുകൂടി പഠിച്ചു കയറി. എൻ്റെ ജ്യേഷ്ഠനും മെരിറ്റിൽ തന്നെ MS ഓർത്തോ സർജനുമായി. പിന്നത്തേതിൽ റസ്രയണ്ണം പറഞ്ഞതുപോലെ തല്ലുകൊള്ളിയായി, ആർക്കും വേണ്ടാത്തവനായി, പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് തന്നെ സമൂഹത്തിന് പോലും വേണ്ടാതായി മാറിയ എന്നെ എല്ലാവരും അകറ്റിക്കളഞ്ഞപ്പോഴും എൻ്റെ അപ്പനെ ഇരിക്കപ്രതിയില്ലാതെ എൻ്റെ അടിപിടി കേസുകളേ ഉള്ളൂ. എപ്പോഴും അമ്മ പിറകിൽ നിന്ന് പപ്പ പറയുന്നത്, നമ്മളെ പിള്ള ശരിയാവുമെന്നേ, എങ്ങനെയെങ്കിലും ഒരിക്കൽ കൂടെ അവനെ രക്ഷപ്പെടുത്തണം. എൻ്റെ പപ്പയും അമ്മയും ഒരുപാട് സ്റ്റേഷനുകളിലും ഒരുപാട് പ്രശ്ന പരിഹാരത്തിനും ഞാനെന്ന് പറയുന്ന വ്യക്തിയെ സംരക്ഷിക്കുവാൻ
ആരൊക്കെ തള്ളിക്കളഞ്ഞിട്ടും നിന്ദിച്ചിട്ടും അപമാനിച്ചിട്ടും അമ്മ എന്നെ ഒരുക്കി പാകപ്പെടുത്തിയെടുത്തു. പിന്നത്തേതിൽ പ്രതിസന്ധി വന്നപ്പോൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആകുലതകളും വൈഷമ്യങ്ങളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും കുറ്റാരോപണങ്ങളും എല്ലാം അവസരങ്ങളാക്കി മാറ്റണമെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പൊന്നമ്മയാണ്. ആ അമ്മ പഠിപ്പിച്ച പാഠത്തിൽ നിന്നാണ് എൻ്റെ ജീവിതം ഞാൻ പാകപ്പെടുത്തിയെടുത്തതും. പിന്നത്തേതിൽ എന്നെ ചേർത്ത് പിടിച്ച CSI സഭ വലിയൊരു ഉന്നത വിജയം തന്നു. അമ്മയും പപ്പയും കോൺഗ്രസ്സുകാരായിരുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അമ്മ പറയും, മക്കളെ നീ കോൺഗ്രസ്സുകാരനായിട്ടേ ഇരിക്കാവൂ. അമ്മ ആഗ്രഹിച്ചതുപോലെ എനിക്കൊരു MLA ആവുവാൻ സാധിച്ചു. അതുപോലെ ഈ CSIക്കാർ തിങ്ങി നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പപ്പയും അമ്മയും നല്ല തല്ലുകൊള്ളിയായിരുന്നത് കൊണ്ട് തന്നെ എന്നെ എവിടെയെങ്കിലും ഒരു ജോലിക്കാക്കണമെന്ന് ആഗ്രഹിച്ച് പപ്പയും അമ്മയും കൂടെ ഡോക്ടർ ബെനറ്റ് സാർ ഇവിടെ കാണും, ഡോക്ടർ ബെനറ്റിനെ കാണാൻ പോയി. അന്ന് 5 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്തോ ആണ് കാരക്കോണത്തുണ്ടായിരുന്നത്. അപ്പോൾ ആരും എനിക്ക് ജോലി തരാത്തൊരവസരമാണ്. കാരണം എനിക്ക് വെളിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കേസൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും തള്ളിക്കളയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് നല്ല മകനായിരുന്നത് കൊണ്ട് തന്നെ അമ്മ ചെന്ന് ഡോക്ടറെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. എൻ്റെ അപ്പയും പോയി റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത്രയും കുഴപ്പം പിടിച്ചവനെ ഇതിൻ്റെ അകത്ത് കയറ്റിയാൽ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട ഗ്ലാസ്റ്റൻ തിരുമേനിയോട് പറഞ്ഞു, ഒന്നുകിൽ പ്രവീൺ അല്ലെങ്കിൽ ഞാൻ, ഇങ്ങനെയുള്ളവനെ ഈ കോമ്പൗണ്ടിൽ കയറ്റാൻ പറ്റത്തില്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആ കണ്ണുകൾ നനഞ്ഞിട്ട് അമ്മ പറഞ്ഞു, മക്കളെ നീ ഇതിനേക്കാളും വലിയവനായി എത്തണം. ഇന്ന് എൻ്റെ പൊന്ന് ദൈവം എൻ്റെ അമ്മയുടെയും പപ്പയുടെയും പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ കാരക്കോണം മെഡിക്കൽ കോളേജിലല്ല, അത്യാവശ്യം സിനഡിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും വയ്ക്കാൻ നിലയിൽ എന്നെ പാകപ്പെടുത്തി എടുത്തു. എല്ലാത്തിനും അടിസ്ഥാനം. അപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മ കഴിഞ്ഞ 44 ദിവസം വെല്ലൂരിൽ കിടന്നു, 10-12 ദിവസം കിംസിൽ കിടന്നു. എൻ്റെ ചേച്ചി കാനഡയിൽ നിന്ന് ഓടിയെത്തി, ചേച്ചിയും അളിയനും. എൻ്റെ ജ്യേഷ്ഠൻ അവനായിരുന്ന ദൗത്യത്തിൽ നിന്ന് ഓടിയെത്തി. നമ്മൾ 3 പിള്ളേരും. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റില്ല, കാരണം ചേച്ചിയൊക്കെ ഇങ്ങനെ എത്തുമെന്ന് ഞാൻ ചിന്തിച്ചേ ഇല്ല. അവളുടെ ജോലി തന്നെ ഇപ്പോൾ ഏകദേശവും തകരാറിലായി. അമ്മയെ നമ്മൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോഴും എനിക്ക് കേസൊക്കെ ഉണ്ടായിരുന്നു. CSIക്കാർ കുറേ കേസിട്ടപ്പോൾ സിനിയെ വിളിക്കും, എന്നാണ് ഡേറ്റ്, തലേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ അമ്മ വിളിക്കും, നാളെ കേസാണ്, നീ പോകണം, കോടതി കൃത്യമായിട്ട് പോകണം. കേസിനെ കുറിച്ച് സിനിയോട് വിളിച്ച് ചോദിക്കും. അപ്പോൾ നമ്മൾ 3 പിള്ളേരും എന്തുമാത്രം അമ്മയെ സ്നേഹിച്ചിരുന്നു എന്നറിയുന്നത് അമ്മ വയ്യാതെ ഒരു പനിയായിട്ട് എൻ്റെ അമ്മ പോയതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു പ്രത്യാശ ഉണ്ടായിരുന്നത്, ഭൗതികമായി ഒരു അസുഖം വന്നാൽ നല്ല ചികിത്സ കൊടുത്താൽ എൻ്റെ അമ്മ തിരിച്ചു വരും. അതിനുള്ള സൗഭാഗ്യങ്ങളെല്ലാം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ കിംസ് ആശുപത്രിയിൽ അസുഖം നിർണ്ണയിക്കുവാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് വെല്ലൂർ ആശുപത്രി 44 ദിവസം. ഞാൻ വിളവങ്കോട് മക്കളോട് ഞാൻ പല ആവർത്തി അത് മാപ്പ് പറഞ്ഞു. അവരെന്നെ ഇത്രയും ഉന്നതമായ ഒരു വിജയം വിജയിപ്പിച്ചിട്ട് അവരോട് നന്ദി പറയുവാൻ എനിക്ക് സാധിച്ചില്ല. ബഹുമാനപ്പെട്ട പ്രിൻസൻ തിരുമേനിയോടും വൈസ് ചെയർമാനോടും ഒക്കെ പല പ്രാവശ്യം മാപ്പ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ, എനിക്ക് അവിടെയുള്ള ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അവസാനം അമ്മയ്ക്ക് ഓർമ്മയില്ലാത്ത ഒരവസ്ഥ വന്ന് ഡോക്ടർ ബെനറ്റും എൻ്റെ ചേച്ചിയും കൂടെ അവിടെ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ ഇനി രക്ഷയില്ല, തിരികെ കൊണ്ടുപോകണം. എങ്കിലും തിരുമേനി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പ്രത്യാശിക്കാൻ. കാരക്കോണത്ത് കൊണ്ടുവന്നു, നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ അമ്മയ്ക്ക് ഓർമ്മയില്ലാതായി. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഞങ്ങളും ആഗ്രഹിക്കുന്നു എൻ്റെ അമ്മ ഇനി വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, സന്താപങ്ങളില്ലാത്ത ലോകത്തോട് നമ്മുടെ ജീവനായ യേശു ക്രിസ്തുവിൻ്റെ നിഴലിൽ പാർക്കണമെന്നും നമ്മുടെ യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടൊപ്പം വെളിപ്പെടുന്ന അമ്മയായി മാറണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. എന്ന് മാത്രവുമല്ല, ഇത്രയും വലിയൊരമ്മ ഈ സമൂഹത്തിൽ സാക്ഷിയായി നിൽക്കണം. ഞാൻ ഇന്നലെ എൻ്റെ മക്കളെയൊക്കെ വിളിച്ചു, എങ്ങനെ നമുക്കത് സാധിക്കും? അപ്പോൾ എൻ്റെ അമ്മ, ഞാനിങ്ങനെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മ പറയുമായിരുന്നു, നിനക്ക് ഈ ആക്രി ബിസിനസ്സുകളെ പറ്റത്തുള്ളൂ. ഞാൻ അമ്മയോട് പറയും, അമ്മ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആകുമ്പം അഴുകിയൊന്നും പോകത്തില്ല അമ്മ, അതെവിടെയെങ്കിലും ചിലവാക്കി പൈസ നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 10-12 സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്.
മക്കളെ അങ്ങനെയല്ല. ഒരുപാട് അപമാനിക്കപ്പെട്ടവനാണ്. അപമാനിക്കപ്പെട്ട നീ അംഗീകരിക്കപ്പെടണം. നിന്നെ പുച്ഛിച്ചവർ പശ്ചാത്തപിക്കപ്പെടണം. അതുകൊണ്ട് എൻ്റെ മോൻ ഒരു കാര്യം ചെയ്യണം, വലിയൊരു സ്ഥാപനം തുടങ്ങണം. അപ്പോൾ ചേച്ചിയുടെ അടുത്തും ഇന്നലെ ചോദിച്ചു, എൻ്റെ 5 മക്കളുടെ അടുത്തും ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നു, തങ്കൻ ടീച്ചർ മെമ്മോറിയൽ ഹോസ്പിറ്റൽ 2028 ഡിസംബർ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് എവിടെയെങ്കിലും അത്യാവശ്യം ഒരു നല്ലൊരു ആശുപത്രി. ഇനിയുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ അത് നമുക്കതിൻ്റെ അസറ്റ്സ് ഉണ്ട്. ചേച്ചി കുറേ കാര്യങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ വലിയമ്മാൾ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ട്. വലിയമ്മാൾ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ അമ്മയുടെ ഈ പടമൊക്കെ വെച്ച് നമ്മുടെ ഒരു തലമുറ കാണത്തക്കതായിട്ട് അമ്മയെ സാക്ഷിയായി നിർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. 2028 ഡിസംബർ മാസം ആ ആശുപത്രിയുടെ ഉദ്ഘാടനവും ഉണ്ടാകും. അതിൻ്റെ പരിപാടികൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇനി ചെയ്യുവാൻ മക്കളെന്നുള്ള രീതിയിൽ, ചെറുമക്കളെന്നുള്ള രീതിയിൽ മക്കളെ എല്ലാം വിളിച്ച് പറഞ്ഞു, എടാ വഴിയിൽ നിർത്തിക്കളയിൽ നമ്മൾ ചെയ്യണം, നമുക്കതിനുള്ള സ്വത്തുണ്ട്, എൻ്റെ ചേച്ചി സഹായിക്കും, നമ്മൾ കൂട്ടുത്തരവാദിത്തമായിട്ട് അമ്മയ്ക്ക് വേണ്ടി അത് ചെയ്യണം. അപ്പോൾ തങ്കൻ ടീച്ചർ മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ പുതുതലമുറ വരുമ്പോഴും ചോദിക്കും, ഇതാരാണ്? അവിടെ ഒരു അമ്മയുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെന്നും മലയോര ഗ്രാമത്തിൽ നിന്ന് മക്കളെ എടുത്ത് ഉന്നതികളിലേക്ക് എത്തിയ ഒരു അമ്മയാണ് ഈ അമ്മയെന്നും പറയപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണം. അതിനുവേണ്ടി എന്നെ ഞാനാക്കിയ നിങ്ങളുടെ ഔദാര്യമാണ് ഇന്ന് ഞാനെന്ന് പറയുന്ന ഒരു സ്ഥാനങ്ങളല്ല, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഇതുവരെ എൻ്റെ അമ്മയുടെ ചികിത്സാ സമയത്ത് പ്രാർത്ഥിച്ചവർ, എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് സ്നേഹം തന്നവർ, എൻ്റെ ജോലികൾ ഏറ്റെടുത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇവിടെയും അപ്പ പറഞ്ഞു, എടാ പെരുന്തോള വീട്ടിൽ അടക്ക ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പിറകിൽ ഒരു 20 അടി താഴ്ചയിലുള്ള സ്ഥലമാണ്. ഇന്നലെ ഒരു 150ഓളം പേർ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ അക്കൗണ്ടൻ്റെ കൂടെ രാത്രി ചെന്നപ്പോൾ അവിടെ ചെന്നിരുന്ന് മണ്ണ് വെട്ടിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞാൽ അവർ ശരിയാക്കിയെന്നാണ് ഞാൻ അറിയുന്നത്. ഇവിടെ ക്രമീകരിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ശുഭുവച്ചൻ, എല്ലാവരെയും ഓരോരോ അച്ഛന്മാർ മഹായുടെ ഒന്നിച്ചിങ്ങി വന്ന ഒരു പ്രതീതിയുണ്ട്. എല്ലാവർക്കും മിഖേൽ കുടുംബത്തിൻ്റെ പേരിൽ, തങ്കൻ ടീച്ചറുടെ പേരിൽ, എൻ്റെ പപ്പയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.